പേരാമ്പ്രയിലെ ഷാഫി ഷോയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരാണ് പേരാമ്പ്രയിൽ അക്രമമുണ്ടാക്കിയത്? പോലീസിന് നേരെ കല്ലെറിഞ്ഞത്, സ്ഫോടക വസ്തു എറിഞ്ഞത്, ലാത്തി പിടിച്ചു വാങ്ങി അടിച്ചത് എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു അക്രമങ്ങളെല്ലാം നടക്കുകയും ചെയ്തത്. എന്താണ് ഈ പുതിയ ദൃശ്യങ്ങൾ, വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്? സിജു, പേരാമ്പ്രയിൽ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ്, സംഘർഷമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ അല്പം മുമ്പ് പുറത്തുവിട്ടത്. അതായത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് പോലീസ് ഉണ്ട്. ഈ പോലീസിന് നേരെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം മേഖലയിലേക്ക് മടങ്ങി വരാം. മേഘ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. സ്ഫോടക വസ്തു എറിയുന്നത്, കല്ലെറിയുന്നത്, ലാത്തി പിടിച്ചു വാങ്ങിക്കുന്നത് ബോധപൂർവം. അത് ഈ അക്രമങ്ങൾ അരങ്ങേറുന്നത് ഷാഫി പറമ്പിൽ അവിടെ എത്തിയതിന് ശേഷമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സാധാരണഗതിയിൽ ഒരു നേതാവ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ രംഗം ശാന്തമാക്കാനാണ് ശ്രമിക്കുക. ഇത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു അക്രമ പ്രവർത്തനം, കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. സിജു, തീർത്തും സമാധാനപരമായി നിൽക്കുന്ന പേരാമ്പ്രയെ ഒരു അക്രമക്കളമാക്കി മാറ്റുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാക്കിയത് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നു. പോലീസുകാർക്ക് മുൻപിൽ വന്ന് അത് പൊട്ടുന്നു. പോലീസുകാർ കുതറി ഓടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതിനു പിന്നാലെയുള്ള ദൃശ്യം എന്ന് പറയുന്നത് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ അടിക്കുന്നതാണ്. ഈ ലാത്തി പോലീസുകാരിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണ് പ്രവർത്തകർ പോലീസിനെ മർദ്ദിക്കുന്നത്. അതിനു പിന്നാലെ വലിയ കല്ലുകൾ ഈ പ്രവർത്തകരുടെ കൈകളിൽ ഉണ്ട്. അതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയ തരത്തിൽ ആസൂത്രണം ചെയ്ത ഒരു അക്രമമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പലപ്പോഴായി ഈ DCC പ്രസിഡന്റ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പേരാമ്പ്രയിൽ ഒരു ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രതിഷേധ പ്രകടനമാണ്. അവിടേക്ക് എങ്ങനെയാണ് 700ഓളം ആളുകൾ വന്നത് എന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഈ ആളുകൾ പേരാമ്പ്രയിൽ തമ്പടിച്ചത്. പേരാമ്പ്ര നഗരത്തിൽ മാത്രമാണ് UDF അന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ആ ഹർത്താലിന്റെ ഭാഗമായി കൃത്യമായി സംഘർഷം ഉണ്ടാക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലയിലെ പല ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ സംഭവം നടക്കുമ്പോൾ പോലീസിനെ അടിക്കുമ്പോഴൊക്കെ തന്നെയും ഷാഫി പറമ്പിൽ അവിടെയുണ്ട്. ഒരു തരത്തിൽ പ്രവർത്തകരെ മാറ്റാനോ അല്ലെങ്കിൽ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഷാഫി പറമ്പിൽ MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘർഷം കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ മാത്രമാണ് ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ കൊണ്ട് ആയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വലിയ